ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഫൈനലി നമ്മളുടെ ഡോഗ്സിൻ്റെ ലിസ്റ്റിംഗ് കൺഫേം ആയിട്ടൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഡേറ്റിൽ നിന്നും ഇനി മാറില്ല എന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി മാറാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം ബൈനാൻസ് അടക്കം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ ടെലഗ്രാം ചാനലുള്ളവർക്കാണെങ്കിൽ എല്ലാ അപ്ഡേറ്റ്സും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടണമെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏത് എക്സ്ചേഞ്ചിലേക്കാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് Gate.io അവൈലബിൾ ആണ്, ബിറ്റ്ഗെറ്റ് അവൈലബിൾ ആണ്, ബൈബിറ്റ് അവൈലബിൾ ആണ്, ബൈനാൻസ് അവൈലബിൾ ആണ്. ഇത്രയും എക്സ്ചേഞ്ചസാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും കുറേ എക്സ്ചേഞ്ചസ് വന്നേക്കാം. അതുപോലെ തന്നെ OKX നിലവിൽ അവൈലബിൾ ആണ്. OKX ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ OKXനെ പറ്റി പറയാത്തത്. മെയിനായിട്ട് നമുക്ക് വന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ്സിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കാണിക്കുന്നത് ഡോഗ്സ് അതുപോലെ തന്നെ ഒരു ആരോ മാർക്ക് ഏത് എക്സ്ചേഞ്ചാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അതിലേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഡെപ്പോസിറ്റ് ഇപ്പോൾ പ്രോസസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലിസ്റ്റിംഗ് ഡേറ്റിന് നമുക്ക് വിഡ്രോവൽ കിട്ടും. നിങ്ങളുടെ വാലറ്റിലേക്ക് എത്തിക്കോളും, നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് എത്തിക്കോളും. നിങ്ങൾ വിഡ്രോ അടിച്ചു വന്നില്ല എന്ന് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഞാൻ ആ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിങ്ങിന് മുൻപ് നിങ്ങളുടെ വാലറ്റിലെത്തും, നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ എത്തും എന്ന കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ കാണാം നിങ്ങളുടെ ഡോഗ്സ് എങ്ങോട്ടാണോ നിങ്ങൾ വിഡ്രോ അടിച്ചത് അങ്ങോട്ടേക്ക് വിഡ്രോയിങ് പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സ് നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്കോ വാലറ്റിലേക്കോ ഒക്കെ എത്തിക്കോളും. അതുപോലെ തന്നെ നമുക്കിവിടെ വീണ്ടും ചൂസ് അനദർ ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ചേഴ്സും ടെലഗ്രാം വാലറ്റും ഉണ്ട്. നോൺ കസ്റ്റോഡിയൽ വാലറ്റ് ലിസ്റ്റിങ്ങിന് ശേഷം, അതായത് 26-ാം തീയതിക്ക് ശേഷമാണ് വരിക. ഇന്നലെയാണ് ബൈനാൻസ് ആഡ് ആയത്. ബൈനാൻസിലേക്ക് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്ന 5 ലക്ഷം പേർക്ക് 20,000 ഡോഗ്സ് കോയിൻ വെച്ച് കിട്ടും. ആദ്യം ചെയ്യുന്ന 5 ലക്ഷം പേർക്ക് മാത്രമാണ് ഈ ഒരു 20,000 ടോക്കൺസ് കിട്ടുക. ഓൾറെഡി ഞാനിതൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടെലഗ്രാമിൽ പറഞ്ഞിരുന്നു. ഇന്നലെ നൈറ്റ് തന്നെ നിങ്ങൾക്ക് 6 മണിക്കൂറിനുള്ളിൽ ഒരു ഡെപ്പോസിറ്റ് തുടങ്ങും. അപ്പോൾ ആദ്യം ചെയ്യുന്ന 5 ലക്ഷം പേർക്ക് 20,000 കിട്ടും എന്നുള്ള കാര്യം ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഓടിക്കേറിപ്പോയി അങ്ങോട്ടേക്ക് ചെയ്യാൻ നിൽക്കരുത്. അതിന് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നെഗറ്റീവ് പറയാനുള്ളത്. ഒന്ന്, ബൈനാൻസിലേക്ക് എല്ലാവരും ഇപ്പോൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. അത്യാവശ്യം എല്ലാവരും ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ സെല്ലിംഗ് പ്രഷർ നല്ല രീതിക്ക് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ബൈനാൻസിലാണ് സെല്ലും ബൈയൊക്കെ ചെയ്യുക. അപ്പോൾ സെല്ലിംഗ് പ്രഷർ വരാനും നിങ്ങൾക്ക് ഒരു പ്രൈസിൽ സെർട്ടൈൻ പ്രൈസിൽ സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സെല്ലിംഗ് പ്രഷറിൽ സെല്ല് ചെയ്യാൻ പറ്റാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചിലപ്പോൾ ഇഷ്യൂസ് ഒക്കെ വരാം. കാരണം ഇത്ര ആൾക്കാർ ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ ഡെപ്പോസിറ്റിന് ചിലപ്പോൾ ഡിലേ ഒക്കെ വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. രണ്ടാമത്തെ വലിയ നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ബൈനാൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. ബാനൊക്കെ മാറി തിരിച്ചു വന്നത് നല്ല കാര്യമല്ലേ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ അത് നല്ല കാര്യമല്ല. കാരണം ഇപ്പോൾ ബൈനാൻസ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, അതായത് FIUൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ബൈനാൻസ് വർക്ക് ചെയ്യുന്നത്. FIUൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അതിൻ്റെ 30% നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. FIUൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏത് എക്സ്ചേഞ്ച് നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് 30% നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ആ പ്രോഫിറ്റിൻ്റെ 30% നിങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ FIUൻ്റെ അടിയിൽ ബൈനാൻസ് രജിസ്റ്റർ ആയതുകൊണ്ടാണ് ബാൻ മാറി തിരിച്ചു വന്നത്. അപ്പോൾ ഈ ഒരു ബാൻ മാറിയതുകൊണ്ട് 30% ടാക്സ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പുറമെ 1% TDSും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ഫീസിനൊക്കെ പുറമെയാണ് ഈ 30% ടാക്സും 1% TDSും. അപ്പോൾ ഇന്ത്യൻ്റെ FIUൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈ ടാക്സ് കൊടുക്കാൻ പേഴ്സണലി താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബൈനാൻസിലേക്ക് മാറ്റാത്തത്. അതാണ് മെയിൻ റീസൺ. രണ്ടാമത്തെ റീസൺ ഇതുപോലെ ഡെപ്പോസിറ്റ് ഇഷ്യൂ, സെർവർ ഇഷ്യൂ ഒക്കെ തന്നെ, സെല്ലിംഗ് പ്രഷർ ഒക്കെ തന്നെ വരും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ബൈബിറ്റിൽ ഈ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലേ? ബൈബിറ്റിലും ഇതുപോലെ ഡെപ്പോസിറ്റ് ഇഷ്യൂസും സെർവർ ഇഷ്യൂസും ഒക്കെ വന്നേക്കാം. നോട്ട് കോയിൻ്റെ ഡെപ്പോസിറ്റ് വന്നപ്പോൾ ഇതുപോലെ നല്ല ഡിലേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. നോട്ട് കോയിൻ എൻ്റെ ഒപ്പം മൈൻഡ് ചെയ്തവരാണെങ്കിൽ അറിയാം, നല്ല ഇഷ്യൂസ് നമുക്ക് ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി. ഇതുവരെ നമുക്ക് ബൈബിറ്റ് FIUൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ബൈബിറ്റിൻ്റെ ഒഫീഷ്യൽ പേജുകളിലും അനൗൺസ്മെൻറ്റിലും ഒന്നും കാണുന്നില്ല FIUൻ്റെ അണ്ടറിലാണെന്നുള്ള. FIUൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, FIUൻ്റെ അണ്ടറിലല്ല ബൈബിറ്റ് വർക്ക് ആവുന്നത്. ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്തൊരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത് ഇല്ലീഗലാണോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാം. 100% ലീഗലാണ് എന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് ബൈബിറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. FIUൻ്റെ അണ്ടറിലുള്ള എക്സ്ചേഞ്ച് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി വരുന്ന അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രൈസ് കൂടാനുള്ള സാധ്യത ഫ്യൂച്ചറിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെല്ല് ചെയ്യണോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഡൗട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ലിസ്റ്റിങ്ങിന് മുൻപ് അല്ലെങ്കിൽ ഞാൻ സെല്ല് ചെയ്യുന്നതിന് മുൻപ് ചെയ്യും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.